ഫാഷൻ ടോക്സിന് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഒരുപാട് കാലത്തിന് ശേഷം മലയാളത്തിലേക്ക് മടങ്ങി വരികയാണ് മലയാളത്തിൻ്റെ ഏറ്റവും വലിയ ക്രൗഡ് പുളർമാരിൽ ഒരാളായിട്ടുള്ള ദുൽഖർ സൽമാൻ. ഐ ആം ഗെയിം എന്ന സിനിമയിൽ കൂടെ. ഇപ്പോൾ ഐ ആം ഗെയിമിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലുള്ളൊരു സ്റ്റോറിയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സബ്ജക്റ്റാണ് ആ സിനിമ കൈകാര്യം ചെയ്യുന്നത്. ഐ ആം ഗെയിം എന്ന് പറയുന്നത് ഇപ്പം ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ കോച്ചിങ്ങിനായിട്ടുള്ള മറ്റ് കാര്യങ്ങളും എല്ലാം നമുക്കറിയാം. ഐ ആം ഗെയിം എന്ന് പറയുന്ന സിനിമയെ സംബന്ധിച്ചിടത്തോളം പുറത്തു വരുന്ന വാർത്തകൾ, പ്രത്യേകിച്ച് നഹാസ് ഹിദായത്ത് എന്ന RDX എന്ന് പറയുന്ന ഒരു ഗംഭീര സിനിമ ഒരുക്കി, അല്ലെങ്കിൽ 100 കോടി ക്ലബ്ബിലെത്തിച്ച ഒരു സിനിമ ഒരുക്കിയിട്ടുള്ള ഒരു സംവിധായകനും ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ, ഏറ്റവും ശക്തനായിട്ടുള്ള മലയാളത്തിലെ 3 ക്രൗഡ് പുള്ളേഴ്സ്, അത് മമ്മൂക്കയും ലാലേട്ടനും ശേഷം ദുൽഖർ സൽമാൻ. അതായത് മലയാളം നമുക്കറിയാം, ഒരു സമയത്ത് മലയാള സിനിമയിൽ ആദ്യമായിട്ട് ഒരു ഫസ്റ്റ് ഡേയിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്നുള്ള 2 കോടി ക്ലബ്ബ്, അല്ലെങ്കിൽ 3 കോടി ക്ലബ്ബ്, 4 കോടി ക്ലബ്ബ്, 5 കോടി ക്ലബ്ബ് എന്നൊക്കെ പറയുമ്പം ആ ക്ലബ്ബിലൊക്കെ അംഗമായിട്ടുള്ള, അതായത് മമ്മൂക്കയ്ക്കും ലാലേട്ടനും ശേഷം അംഗമായിട്ടുള്ള ആളാണ് ദുൽഖർ സൽമാൻ എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹം നിർഭാഗ്യവശാൽ മലയാളത്തിൽ അധികം സിനിമ ചെയ്യാതെ അന്യഭാഷകളിൽ അദ്ദേഹം കൂടുതൽ സിനിമ കേന്ദ്രീകരിക്കുന്നുണ്ട്. നമുക്കറിയാം സീതാരാമം, അല്ലെങ്കിൽ ചുപ്പ്, കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്ന ഒരുപിടി സിനിമകൾ ആ സമയത്ത്. ഇപ്പോൾ ഇതാ വീണ്ടും ലക്കി ഭാസ്കർ, ആകാശ് ലോക് താര, അതിനുശേഷം കാന്ത എന്ന തമിഴ് സിനിമ, അതിനുശേഷം വീണ്ടും അദ്ദേഹം മലയാളത്തിലേക്ക് എത്തിയ ഐ ആം ഗെയിം എന്ന സിനിമയിൽ കൂടെ. തീർച്ചയായിട്ടും നമുക്കറിയാം, ഇപ്പം മമ്മൂക്കയുടെ മകനായതുകൊണ്ട് ഒരു പക്ഷേ ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന നായകനെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ദുൽഖറിനെ ഇഷ്ടമല്ലാത്ത രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്, ദുൽഖറിനെ പരിഹസിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പം മമ്മൂക്കയും ലാലേട്ടനെയും ബോക്സ് ഓഫീസ് കളക്ഷനകത്ത് വെല്ലുവിളിക്കണമെങ്കിൽ, അതായത് ചലഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന ഒരു നായകനെ കൊണ്ട് മാത്രമേ സാധിക്കൂ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന കണക്ക് ഒരു സ്റ്റാറും അല്ലെങ്കിൽ ഈ മറ്റത് ഒരു സാധാരണ ഒരു സിനിമയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ, ഒരു സ്റ്റാറിനെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്ക, ലാലേട്ടൻ അല്ലെങ്കിൽ ദുൽഖർ സൽമാനെ പോലുള്ള ആളുകൾക്ക് ഒരു വലിയ രീതിയിലുള്ള പ്രേക്ഷകർ വളരെ പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്ന ഒരു സിനിമ തിയേറ്ററിലേക്ക് എത്തിക്കുന്ന സമയത്ത് മാക്സിമം പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന ആളാണ് ഒരു സ്റ്റാർ എന്ന് നമുക്ക് എപ്പോഴും പറയുന്നത്, ഒരു താരം എന്ന് പറയാവുന്നത്. അതല്ല ഇപ്പം നമ്മൾ ശരിക്കും ഒരു സിനിമ തിയേറ്ററിലേക്ക് എത്തിച്ച് ആ സിനിമ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് വാ, അല്ലെങ്കിൽ സിനിമ നന്നായിട്ടുണ്ട് നിങ്ങൾ ഇനി തിയേറ്ററിലേക്ക് വാ എന്ന് വിളിക്കേണ്ടെന്ന് ആവശ്യമില്ലാതെ തന്നെ പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ആളെ നമ്മൾ ക്രൗഡ് പുളർ എന്നും സ്റ്റാർ എന്നും ഒക്കെ വിളിക്കാറുണ്ടെന്നുള്ളത് ശരിയാണ്. അതാണ് അതിൻ്റെ ഒരു വാസ്തവം എന്ന് പറയുന്നത്. അല്ലാതെ ആദ്യത്തെ ദിവസങ്ങളിൽ പ്രേക്ഷകൻ തിയേറ്ററിലേക്ക് വരാതിരിക്കുകയും സിനിമ നല്ലതാണെന്ന് അറിയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് പ്രേക്ഷകൻ തിയേറ്ററിലേക്ക് എത്തിച്ചേരുമ്പം അവിടെ ഒരു ക്രൗഡ് പുളർ അല്ലെങ്കിൽ ഒരു സ്റ്റാറിൻ്റെ ആവശ്യമില്ല. കാര്യം ആ സിനിമ നല്ലതാണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് പ്രേക്ഷകൻ തിയേറ്ററിലേക്ക് പോകുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു മമ്മൂക്കയും ലാലേട്ടനെയും സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ദുൽഖർ സൽമാനെ സംബന്ധിച്ച് അതിൻ്റെ ആവശ്യമില്ല. അവർ പ്രേക്ഷകർ കാണാൻ കാത്തിരിക്കുന്ന അവരുടെ ഒരു ഗംഭീര സിനിമയാണെങ്കിൽ തീർച്ചയായിട്ടും ആദ്യ ദിവസം റിവ്യൂ അല്ലെങ്കിൽ ഒപ്പീനിയൻ ഒക്കെ അറിയുന്നതിന് മുമ്പ് തന്നെ അവരുടെ സിനിമകൾ കാണാൻ വേണ്ടി പ്രേക്ഷകർ തിയേറ്ററിലേക്ക് പോകാൻ തയ്യാറാണെന്നുള്ള കാര്യം നമുക്കറിയാം. ഇപ്പോൾ ഐ ആം ഗെയിം എന്ന് പറയുന്ന സിനിമയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു തിയേറ്ററുകാർ, അതായത് ഒട്ടുമിക്ക തിയേറ്ററുകാരും അല്ലെങ്കിൽ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരെല്ലാം വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷയാണ് ഐ ആം ഗെയിം എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക്. അത് ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് ഇപ്പം അതിൻ്റെ നഹാസ് ഹിദായത്തും ദുൽഖർ സൽമാനും ഒന്നിക്കുന്നത് മാത്രമല്ല, അത് കൈകാര്യം ചെയ്യുന്ന ഒരു സ്റ്റോറി എന്താണ്, ഇതിലെല്ലാം ഉപരി ഇപ്പം കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്ന സിനിമ എത്ര മലയാള സിനിമയെന്ന് കളക്ട് ചെയ്തു എന്നുള്ളതല്ല, ഇപ്പം ഒരു സമ്മിശ്ര പ്രതികരണത്തിൽ ആദ്യം ദിനം വരികയും, അല്ലെങ്കിൽ പിന്നീട് എനിക്ക് തോന്നുന്നു ആദ്യത്തെ ദിവസം തന്നെ കടുത്ത നെഗറ്റീവ് ആയിട്ടുള്ള അഭിപ്രായങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോവുകയും ആ സിനിമയ്ക്ക് പോലും വേൾഡ് വൈഡ് ആയിട്ട് ഒരു 15-16 കോടി ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പിന്നെ ആ സിനിമ പെട്ടെന്ന് പറയുമ്പം പോലും, അല്ലെങ്കിൽ സിനിമ വലിയ വിജയമായില്ലെന്ന് പറയുമ്പം പോലും അതൊക്കെ ഈ നമുക്ക് വേൾഡ് വൈഡ് ആയിട്ട് ഏതാണ്ട് 40 കോടി വിത്തൗട്ട് ബിസിനസ് കളക്ഷനിലേക്ക് 40 കോടി എത്തിച്ചേരാൻ സാധിച്ചു എന്ന് പറയുന്നതും ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന തീർച്ചയായിട്ടും ഒരു ക്രൗഡ് പുളറുടെ ഒരു ശക്തി തന്നെയാണ് നമുക്ക് ആ സിനിമയ്ക്കകത്ത് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഐ ആം ഗെയിം എന്ന് പറയുന്ന ഒരു സിനിമയിലേക്ക് വരുമ്പം പോലും തീർച്ചയായിട്ടും ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് ഇപ്പം മലയാള സിനിമയിൽ ഒരു ഫസ്റ്റ് ഡേ ഒരു 6 കോടി ക്ലബ്ബോ അല്ലെങ്കിൽ 7 കോടി ക്ലബ്ബോ ഒരു 8 കോടി ക്ലബ്ബ് എന്നൊക്കെ നമുക്ക് പറയുമ്പം എമ്പുരാൻ പോലുള്ള സിനിമകൾ 12 കോടി ക്ലബ്ബിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള ഒരു മൾട്ടി സ്റ്റാർ സിനിമയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. അല്ല, ഒരു സോളോ നായകൻ വരുന്ന സിനിമ സംബന്ധിച്ചിടത്തോളം നമ്മൾ എടുക്കുമ്പോൾ ഒരു 6 കോടി 7 കോടി ക്ലബ്ബിലേക്ക് എന്ന് നമുക്ക് പറയുമ്പം തീർച്ചയായിട്ടും ഐ ആം ഗെയിം എന്ന സിനിമ, ദുൽഖർ സൽമാൻ്റെ സിനിമ തീർച്ചയായിട്ടും ഈ 6 കോടി അല്ലെങ്കിൽ 7 കോടി അല്ലെങ്കിൽ 8 കോടി ക്ലബ്ബിൽ ഫസ്റ്റ് ഡേ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം കളക്ട് ചെയ്യാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട്. അത്രയും ശക്തിയുള്ള, അത്രയും ശക്തനായിട്ടുള്ള ഒരു ക്രൗഡ് പുളർ തന്നെയാണ് ദുൽഖർ സൽമാൻ എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ പറയുന്നത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലുള്ള അദ്ദേഹത്തിൻ്റെ
ഫോളോവേഴ്സിൻ്റെ അല്ലെങ്കിൽ ഫേസ്ബുക്കിലുള്ള അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സിൻ്റെ ഒന്നും പുറത്തല്ല ഇത്തരത്തിലുള്ളൊരു കാര്യം ഞാൻ പറയുന്നത്. തിയേറ്ററുകളിൽ മുൻകാലങ്ങളിൽ തെളിയിച്ചിട്ടുള്ളതാണ്. കാര്യം പറഞ്ഞ കണക്ക് മമ്മൂക്കയ്ക്കും ലാലേട്ടനും ശേഷം പിന്നെ മുമ്പേ ഞാൻ പറഞ്ഞ കണക്ക് എന്തെങ്കിലുമൊക്കെ കാര്യത്തിനാൽ മമ്മൂക്കയുടെ മകനായി പോയതിൻ്റെ പുറത്തു മാത്രം ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന ഒരു ക്രൗഡ് പുള്ളറെ കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. പക്ഷേ സിനിമയെ വളരെ ശ്രദ്ധിച്ച് കാണുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് നോക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും നമുക്ക് അറിയാൻ സാധിക്കും. ഇപ്പം ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമ തെലുങ്കിൽ ഒരു വലിയ വിജയം നേടിയതൊന്നും വലിയൊരു സംഭവമൊന്നും അല്ലെന്ന്. ഞാൻ പിന്നെ തിരിച്ചെനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ള, എന്നാൽ പിന്നെ ഇവിടെ വേറെ കുറേ ആൾക്കാരുണ്ടല്ലോ, ഇവരൊക്കെ അവിടെ പോയി തെലുങ്കിൽ പോയിട്ട് ഇത്തരത്തിലുള്ള സിനിമകൾ ചെയ്യട്ടെ. ചില ആൾക്കാർ പറയും ഇപ്പം തെലുങ്കിൽ ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമ ദുൽഖർ അല്ല വേറെ ആര് ചെയ്തായിരുന്നെങ്കിലും ലക്കി ഭാസ്കർ തെലുങ്കിൽ അങ്ങ് ഇതിൽ കൂടുതൽ മറച്ചേനായിരുന്നു എന്നൊക്കെ പറയും. എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ മമ്മൂക്കയുണ്ട്, ലാലേട്ടനുണ്ട്, ഇവിടുത്തെ യുവതാരങ്ങൾ ഒരുപിടി യുവതാരങ്ങളുണ്ട്. പൃഥ്വിരാജിനെ പോലെയും ടൊവിനോ തോമസിനെ പോലെയും ഫഹദ് ഫാസിലിനെ പോലെയൊക്കെ ഒരുപാട് ചെറുപ്പക്കാരായിട്ടുണ്ട്. ഇവരെയൊക്കെ എന്താ വിളിച്ചുകൊണ്ട് പോകാത്തത്? ഇവരെന്താ ഈ അന്യഭാഷകളിൽ കൊണ്ട് നായകന്മാരാക്കാത്ത? ഇവർക്ക് എന്താ അന്യഭാഷകളിൽ ഈ പറഞ്ഞ കണക്ക് ഒരു 50 കോടിയോ ഒരു 100 കോടിയോ ഒന്നും ഒരു സോളോ സിനിമയായിട്ട് ഒരു സോളോ നായകൻ എന്നുള്ള രീതിയിൽ വന്നിട്ട് ഇവർക്ക് ഇത്തരത്തിലുള്ളൊരു സിനിമകളിൽ വിജയം നേടാൻ സാധിക്കാത്തത് എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. പിന്നെ നമ്മൾ മുമ്പേ പറഞ്ഞ കണക്ക് ഇപ്പോൾ ലക്കി ഭാസ്കർ എന്ന് പറയുന്ന ഒരു സിനിമയുടെ കളക്ഷൻ നമ്മൾ താരതമ്യം ചെയ്യുന്നത് RRR പോലുള്ള ഒരു സിനിമയോ അല്ലെങ്കിൽ തെലുങ്കിൽ നിന്ന് വന്നിട്ടുള്ള വലിയൊരു സിനിമയായിട്ടല്ല. ഇപ്പോൾ RRR എന്ന് പറയുന്ന സിനിമയുടെയും അല്ലെങ്കിൽ തെലുങ്കിൽ നിന്ന് നമ്മൾ ലക്കി ഭാസ്കറുമായിട്ട് താരതമ്യം ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സിനിമകളുടെയും മുതൽ മുടക്ക് എന്താണ്? ആ സിനിമ എത്ര വലിയ ക്യാൻവാസിൽ ഒരുക്കി വെച്ചിരിക്കുന്ന സിനിമയാണ്? അത്തരത്തിലുള്ള കോടികൾ വലിച്ചുവാരി ചെയ്ത ഒരു സിനിമയാണോ ദുൽഖർ സൽമാന്റെ ലക്കി ഭാസ്കർ എന്ന് പറയുന്നത്? ഒരിക്കലും അല്ല എന്ന് നമ്മൾ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ഒരു സിനിമയെ കാണുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ വിലയിരുത്തുന്ന ആളാണെങ്കിൽ നമുക്കറിയാം RRR എന്ന് പറയുന്ന സിനിമയുടെ മുതൽ മുടക്ക് എത്രയാണ്, ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമയുടെ മുതൽ മുടക്ക് എത്രയാണെന്ന്. ഇപ്പം RRR പോലെ ഉള്ള അത്രയും മുതൽ മുടക്കി വന്നിരിക്കുന്ന ഒരു സിനിമ വേൾഡ് വൈഡ് ആയിട്ട് ചിലപ്പോൾ ഒരു 1000 കോടിയോ അല്ലെങ്കിൽ ഒരു 500 കോടിയോ 1000 കോടിയൊക്കെ തിരിച്ചു പിടിച്ചെന്നും പറഞ്ഞുകൊണ്ട് ലക്കി ഭാസ്കർ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ചെറിയ ബഡ്ജറ്റിൽ ഒരുക്കിയിരിക്കുന്ന ഒരു തെലുങ്ക് സിനിമ അതിൻ്റെ മേളിലോട്ട് കളക്ട് ചെയ്യണം അല്ലെങ്കിൽ RRR പോലെ കളക്ട് ചെയ്യണമെന്ന് പറയുന്നത് എത്ര വിഡ്ഢിത്തരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഞാൻ പറയുന്നത് മലയാള സിനിമയിൽ തീർച്ചയായിട്ടും ഇപ്പം മമ്മൂക്കയ്ക്കും ലാലേട്ടനും ശേഷമെന്ന് ഞാൻ പറയുന്നില്ല, മമ്മൂക്കയും ലാലേട്ടനും എപ്പോഴും മലയാള സിനിമയിൽ സജീവമായിട്ടിരിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അതോടൊപ്പം മറ്റു താരങ്ങളും വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുമ്പം ആ കൂട്ടത്തിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമയ്ക്കൊക്കെ ശേഷം ഇപ്പം നമ്മൾ ഇപ്പോൾ കാന്ത തന്നെ നമുക്കറിയാം അതിൻ്റെ OTT റൈറ്റ് വളരെ മുന്നേ വിറ്റുപോയിട്ടുണ്ടെന്നുള്ള വാർത്തകൾ നമുക്കറിയാം. അതിനെ സംബന്ധിച്ചിടത്തോളം ദുൽഖർ സൽമാൻ്റെ ഏത് സിനിമയായാലും അപ്പോൾ അത്തരത്തിലുള്ള ഒരിക്കൽ സോഫിയ പോൾ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കണക്ക്, നിർമ്മാതാവായിട്ടുള്ള സോഫിയ പോൾ തന്നെ പറഞ്ഞ കണക്ക് ദുൽഖർ സൽമാൻ്റെ ഇപ്പോൾ കിങ് ഓഫ് കൊത്തയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള RDX ഇറങ്ങുന്ന സമയത്ത് RDX വലിയ രീതിയിൽ കളക്ട് ചെയ്തു. കിങ് ഓഫ് കൊത്തയ്ക്ക് അത്തരത്തിലുള്ളൊരു വലിയ വിജയത്തിലേക്ക് പോകാൻ സാധിച്ചില്ലെങ്കിൽ പോലും റിലീസിന് മുമ്പ് സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് കളക്ഷൻ നമുക്ക് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫസ്റ്റ് ഡേയിലെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ നമുക്ക് എടുക്കുന്ന സമയത്ത് നമുക്കറിയാം കിങ് ഓഫ് കൊത്തയുടെ അടുത്ത് പോലും എത്തിച്ചേരാൻ RDXനോ അന്നിറങ്ങിയ ബോസാൻ കമ്പനിക്കോ ഒന്നും സാധിച്ചില്ല എന്നുള്ള, രാമേന്ദ്ര ബോസാൻ കമ്പനിക്കൊന്നും സാധിച്ചില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള രീതിയിൽ നിർമ്മാതാക്കൾ പോലും അവർക്ക് പോലും അറിയാം ദുൽഖർ സൽമാൻ്റെ കുറച്ച് കാലങ്ങൾക്ക് ശേഷമുള്ള മലയാളത്തിലേക്കുള്ള മടങ്ങിവരവ് എങ്ങനെയായിരിക്കും പ്രേക്ഷകൻ സ്വീകരിക്കുന്നത് എന്നുള്ളത്. അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു സ്പോർട്സ് കഥ അതിഗംഭീരമായിട്ട് പറയാനുള്ള സാധ്യതയാണ് നഹാസ് ഹിദായത്തും ദുൽഖർ സൽമാനോട് ഒന്നിക്കുന്ന ഐ ആം ഗെയിം എന്ന സിനിമയിലൂടെ നമുക്ക് എനിക്ക് തോന്നുന്നത് സംഭവിക്കാൻ സാധ്യതയെന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വലിയ വിജയത്തിലേക്ക് അത് സിനിമ വരികയും ദുൽഖർ സൽമാൻ സജീവമായിട്ട് ഞാൻ പറയുന്ന ഒരു 3-4 സിനിമകൾ മലയാളത്തിൽ ചെയ്തതിന് ശേഷം മാത്രം അദ്ദേഹം ഒരു തമിഴ് സിനിമയോ ഒരു തെലുങ്ക് സിനിമയോ സെലക്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാര്യം അദ്ദേഹത്തിന് ഏറ്റവും അത്യാവശ്യം മലയാള സിനിമയ്ക്ക് തന്നെയാണ്. കാര്യം ഇത്തരത്തിലുള്ള ക്രൗഡ് പുള്ളേഴ്സ് മലയാളത്തിലുണ്ടെങ്കിൽ മാത്രമേ ഇപ്പം നമ്മൾ കുറച്ചുകൂടെ വർഷങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലത്തെ ക്രൗഡ് പുള്ളർമാരുണ്ട്, ഇതുപോലത്തെ സ്റ്റാർസ് ഉണ്ടെന്ന് നമുക്ക് എടുത്ത് കാണിക്കാൻ സാധിക്കൂ. പക്ഷേ ദുൽഖർ സൽമാനെ നമ്മൾ മാറ്റി നിർത്തിയാൽ യുവനിരയിൽ അത്തരത്തിലുള്ള ഒരു രീതിയിലുള്ള ഒരു വലിയ സ്റ്റാർ വാല്യൂ ഉള്ള ഒരു ക്രൗഡ് പുള്ളറായിട്ടുള്ള പ്രേക്ഷകനെ തിയേറ്ററിലേക്ക് ആദ്യ ദിവസം എത്തിക്കാൻ ശേഷിയുള്ള മറ്റൊരു നായകൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. കാര്യം പൃഥ്വിരാജ് ആയാലും ഫഹദ് ഫാസിലാണെങ്കിലും ഉണ്ണി മൂന്നനാണെങ്കിലും അല്ലെങ്കിൽ നിവിൻ പോളി ആണെങ്കിലും ടൊവിനോ തോമസ് ആണെങ്കിലും ഇവരൊന്നും മുൻകാലങ്ങളിൽ ഇതുവരെ അവരുടെ ഏത് തരത്തിലുള്ള സിനിമകൾ വന്നാലും അത്തരത്തിലുള്ള സംഭവങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങളും ഒന്നും അവർ ബോക്സ് ഓഫീസിൽ പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടില്ല. അവരുടെ സിനിമകൾ നല്ലതാണെന്ന് അറിഞ്ഞതിന് ശേഷം വരുന്ന ദിവസങ്ങളിൽ പ്രേക്ഷകർ കയറി വലിയ കളക്ഷനിലേക്ക് പോയിട്ടുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പം അത്തരത്തിലുള്ള മാത്രമേ നമുക്ക് കാണാൻ പാടും. ഇപ്പം ആവേശം എന്നൊക്കെ പറയുന്ന ഫഹദ് ഫാസിലിൻ്റെ റിലീസിന് മുമ്പേ തന്നെ വളരെ വലിയ രീതിയിൽ വന്ന സിനിമയ്ക്ക് പോലും ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് കളക്ഷൻ ഏതാണ്ട് 10 കോടി കടുപ്പിച്ച് മാത്രമാണ് നേടിയെടുക്കാൻ സാധിച്ചത്. 10 കോടിയോ അതിൽ താഴെ മാത്രമാണ് കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചത്. അപ്പം ഞാൻ പറഞ്ഞത്, അപ്പോൾ ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന ഒരു ക്രൗഡ് പുള്ളർ മമ്മൂക്കയ്ക്കും മോഹൻലാലിനും ഒപ്പം എപ്പോഴും മലയാള സിനിമയിൽ ഉണ്ടായിരിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. താങ്ക്